നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ കല്ലുവട്ടാങ്കുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളും അവരുടെ അവകാശങ്ങളും കടമകളും എന്ന വിഷയം ആസ്പദമാക്കി ബാലാവകാശ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പിൽ കൊല്ലം ജില്ലാ സബ് കളക്ടർ മുകുന്ദ് താക്കൂർ IAS കുട്ടികളുമായി സംവാദം നടത്തി. എക്സാം ക്വാളിഫൈ ചെയ്തു, പിന്നെ IAS ക്വാളിഫൈ ചെയ്തു, പിന്നെ JNU മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തു, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. സോ എല്ലാ കോമ്പറ്റീഷൻ ക്വാളിഫൈ ചെയ്തു. ഞാൻ വാട്ട് എവർ ഐ ഹാവ് ടോൾഡ് യു, സെൽഫ് ഡിസിപ്ലിൻ, അർലി ഗോൾ ഞാൻ സ്വന്തം ലൈഫിൽ ഫോളോ ചെയ്തു. പിന്നെ ഞാൻ 22 വയസ്സിലെ IAS കിട്ടി. എന്റെ ബാച്ചിൽ ഞാൻ യംഗസ്റ്റ് IAS ഓഫീസർ ഉണ്ടായിരുന്നു. ഞാൻ ക്ലാബ് വേണ്ടി പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു താങ്കൾ ഇൻസ്പിറേഷൻ വേണ്ടി. ഇഫ് ഐ ക്യാൻ ഡു, യു ക്യാൻ ഓൾസോ ഡു. എല്ലാവർക്കും 60 ഏജിൽ റിട്ടയർ ചെയ്യാം. താങ്കൾ 30 ഇയേഴ്സിനെ IAS ജോയിൻ ചെയ്തു. എത്ര സർവീസ്? 30 ഇയേഴ്സ് ആണ്. ഞാൻ 22 വയസ്സിലെ ജോയിൻ ചെയ്തു. ഇനി 38 ഇയേഴ്സ് സർവീസ് ആണ്. മനസ്സിലായോ? अर्ली गोल डिसाइड താങ്കൾ കോളേജ് ചെയ്യട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യട്ടെ, ഡിസൈഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ IAS എക്സാമിന് അപ്ലൈ ചെയ്യാം. യു വുഡ് ഓൾവേസ് ബി 3 to 5 years behind me. Immediately after college ഞാൻ അപ്ലൈ ചെയ്തു, ക്വാളിഫൈ ചെയ്തു. ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയറിൽ പ്രിപ്പറേഷൻ ആരംഭിച്ചു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കോളേജ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. Immediately exam I wrote. Early goal. ഞാൻ കോളേജിൽ ഡിസൈഡ് ചെയ്തു I want to become an IAS officer and silently I started my preparation. Okay. Early goal, self discipline. Very important. Room il irikku like during my IAS preparation I will sit for 12-14 hours. 10-14 hours ne continuously means രണ്ട് മണിക്ക് ശേഷം കുറച്ച് ബ്രേക്ക് കിട്ടും. സോ ലൈക്ക് ദാറ്റ് 2-3 hours continuously ഇരിക്കാം. ഓക്കെ, then only you can qualify this examination for 2 years. ജാതിമത വേർതിരിവ് ഉണ്ടാകരുത് എന്നാണ് ബാലാവകാശ നിയമം പറയുന്നത് എന്നിരിക്കെ കുട്ടികളുടെ പല കാര്യങ്ങളിലും സ്കൂൾ ആപ്ലിക്കേഷൻ ഫോം, SSLC സർട്ടിഫിക്കറ്റ്, വിവിധ തരത്തിലുള്ള ഗ്രാന്റുകൾ എന്നിവയിൽ ജാതി, മതം തുടങ്ങിയവ രേഖപ്പെടുത്തുന്നത് ശരിയാണോ? വെരി നോളജബിൾ. ഓക്കെ, ഞാൻ റിപ്ലൈ ചെയ്തു. ക്ലാസ് 8 ഞാൻ എത്ര ഐ വാസ് നോട്ട് ഏബിൾ ടു തിങ്ക് സോ മച്ച്. സോ ഈ ജാതിയിൽ രണ്ട് സൈഡാണ്. ഓക്കെ, ഒന്നാണ് ജാതി ഡിസ്ക്രിമിനേഷൻ, ഒന്നാണ് ജാതി എംപവർമെന്റ്. ഓക്കെ, എംപവർമെന്റ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യട്ടെ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടും. ലൈക്ക് റിസർവേഷൻ is there. So there are two type of discrimination. One is negative discrimination. Okay, like temple entry like that. On positive discrimination. Schools and society can do together against exploitation and oppression of children. Niyam unda. Okay, like protection of children from sexual offense, POCSO Act. Ariyama POCSO Act on, പിന്നെ lots of right to education on. Please maintain silence. So like government has decided lots of acts, right to education act, protection of children from sexual offense act, marriage, there is a act on marriage consent and all. So your society can like make all children aware of all these rights. Okay. പഠിക്കാണ്. അപ്പോൾ സാറിന് UPSC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ സാർ ഏത് പ്രൊഫഷണൽ ചൂസ് ചെയ്യുമായിരുന്നു? ഒരു പ്ലാൻ B ഉണ്ടായിരുന്നോ സാറിന്? നമുക്ക് when we start നമുക്ക് പ്ലാൻ B വേണ്ട. ഓക്കെ, നോ പ്ലാൻ B, ഓൺലി പ്ലാൻ A. ഓക്കെ, അല്ലാതെ ഞങ്ങൾക്ക് IAS ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വേറെ ചെയ്യേണ്ടത്? all these things plus newspaper. Okay, college करेंगे specifically और बार book on, like if I tell you about book, entire table fill on, so many book ella fill on up to this level. Okay,
So right now I don't want to scare you. Whatever you are reading in school, do it properly. Plus newspaper. സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ്, ശിശുക്ഷേമ സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കറവൂർ എൽ വർഗീസ്, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആർ ബീന, PTA വൈസ് പ്രസിഡന്റ് ഇല്ലിക്കുളം ജയകുമാർ, PTA പ്രതിനിധി രാജൻ എന്നിവർ സംസാരിച്ചു. ഇതിന്റെ ശ്രീ മുഗൾ പ്രതാപ് IAS അവർക്ക് പ്രത്യേകം ഓർപ്പിക്കേണ്ട പേരിൽ നന്ദി അറിയിക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു സംവാദം കുട്ടികളുമായി നടത്തി കുട്ടികളെ നല്ലൊരു പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടെത്തിച്ച അദ്ദേഹത്തിന്റെ ആ ഉദ്യമം വിജയമായി തന്നെ തീരുമെന്ന് കരുതട്ടെ. രസകരമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളും അവരുടെ അവകാശങ്ങളും കടമകളും എന്ന ബാലാവകാശ ക്യാമ്പയിനിന്റെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനമാണ് അല്പം മുൻപ് ആദരണീയനായ സബ് കളക്ടർ അവർ നിർവഹിച്ചത്. വളരെ മികച്ച രീതിയിലുള്ള ഒരു സംവാദമാണ് നടന്നത്. നമ്മുടെ ആദരണീയനായ നമ്മുടെ സർക്കാർ നമ്മുടെ കുട്ടികളോട് അവർക്ക് ഒട്ടനവധി അറിവുകളും പ്രത്യാശകളും പറഞ്ഞു നൽകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം വ്യക്തമായ മറുപടിയൊക്കെ നൽകി. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.